തലസ്ഥാനത്തെ സംഘർഷത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി എസ്എഫ്ഐ രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ പോലീസ് മേധാവിമാരുടെ ഓഫീസുകളിലേക്കും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇന്നലെ പാളയത്ത് നടന്ന സംഘർഷത്തിൽ 11 എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി അരുൺ സോളമൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, സംസ്ഥാന വ്യാപകമായി പോലീസ് മേധാവിമാരുടെ ഓഫീസുകളിലേക്കടക്കം വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടു കൂടി എസ്എഫ്ഐയുടെ സമരമുണ്ടായി. പോലീസ് പ്രകോപിതരായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംഭവിച്ചത്. വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യം പോയില്ല. അത്യാവശ്യം ഉന്തും തള്ളുമൊക്കെ ഉണ്ടായെങ്കിലും മാധു, KSUവിന്റെ ആക്രമണത്തിലും പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയിലും പ്രതിഷേധിച്ചാണ് എസ്എഫ്ഐ ഇന്ന് സംസ്ഥാന മൊത്തത്തിൽ ഒരു പ്രതിഷേധം നടത്തിയത്. അതിൽ തലസ്ഥാനത്ത് വരികയാണെങ്കിൽ സെക്രട്ടറിയിലേക്കായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഇന്നലെ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ സഖാക്കളെ മുൻനിരയിൽ നിർത്തിയാണിന്നിപ്പോൾ തിരുവനന്തപുരം എസ്എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിച്ചത്. വലിയ സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും സംഘടിപ്പിച്ചിരുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഈ പ്രവർത്തകർ അത് പ്രതിരോധിച്ച് മുന്നോട്ട് വരികയായിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. എല്ലായിടങ്ങളിലും സംഘർഷങ്ങളിലാണ് കലാശിച്ചത്. കോട്ടയത്തും ആലപ്പുഴയിലും SP ഓഫീസുകളിലാണ് മാർച്ച് സംഘടിപ്പിച്ചതെങ്കിൽ കണ്ണൂരിൽ അടക്കമുള്ള പാലക്കാട്, മലപ്പുറം, തൃശൂർ അടക്കം ജില്ലാ പോലീസ് മേധാവികളുടെ ഓഫീസുകളിലേക്കാണ് ഈ മാർച്ച് എത്തിയത്. കണ്ണൂരിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ സ്ഥലത്ത് തൊട്ടടുത്തുള്ള മതിൽ തകർത്താണ് പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ചതും ചെടിച്ചട്ടികൾ സഹിതം തകർക്കുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ സംഘർഷം വലിയ രീതിയിലേക്ക് പോയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ സംയമനം പാലിക്കുന്ന കാഴ്ച കണ്ടു. പ്രത്യേകിച്ച് തലസ്ഥാനത്താണെങ്കിൽ ഇന്നലെ പോലീസ് ഏകപക്ഷീയമായിട്ട് SFIയെ വേട്ടയാടിയ ഒരു സംയമനം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. കാരണം KSU പ്രവർത്തകർക്കെതിരെ ഒരു രീതിയിലുമുള്ള ഇപ്പോൾ കേസ് പോലും എടുത്തിട്ടില്ലാത്തൊരു പശ്ചാത്തലമുണ്ട്. SFI സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശിവപ്രസാദ് അടക്കം 11 സഖാക്കൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും അതിലും കടുത്ത പ്രതിഷേധമാണ് SFI സംസ്ഥാന നേതൃത്വം ഇന്നിപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാധു, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അക്രമത്തിൽ പരിക്കേറ്റ നേതാക്കളെ തന്നെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന SFI നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം തുടങ്ങിയത്. ഏകപക്ഷീയമായ ആക്രമണ രീതിയാണോ തങ്ങൾ നടത്തിയത് എന്നുള്ളതടക്കം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇന്ന് വീണ്ടും വലിയ സമരവുമായി SFI രംഗത്തെത്തിയത്.